ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. താമരശ്ശേരിയിലാണ് കേട്ടോ കല്യാണം. അപ്പോൾ അതിന് പോകണം. അന്ന് തന്നെ നാത്തൂൻ്റെ അടുത്ത് കുടിരിക്കലും ഉണ്ടേനി കേട്ടോ. അപ്പോൾ കുടിരിക്കലും വൈകുന്നേരമാണ് വെച്ചിട്ടിരിക്കുന്നത്, പിന്നെ കല്യാണവും വൈകുന്നേരമാണ്. അപ്പോൾ കുടിരിക്കലിന് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് സുബഹി നിസ്കരിച്ചാൽ കണ്ട് കുടിരിക്കലിന് പോയി. എടക്കര കേട്ടോ കുടിരിക്കലുള്ളത്. തലേ ദിവസം രാത്രി തന്നെ പാത്രങ്ങളൊക്കെ കഴുകിച്ചു, വെള്ളം മുക്കി, തിണ്ടൊക്കെ തുടച്ചു, അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. രാവിലെ പിന്നെ ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുടിരിക്കലിന് പോയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വന്നിട്ട് അത് ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല. 10 മണിയാകുമ്പോഴത്തിന് കല്യാണത്തിനും പോകണം. കല്യാണം വൈകുന്നേരമാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തെ പോവുകയാണ്. അപ്പോൾ ഒരു ടൂറ് പോലെ അതുമായി. അപ്പോൾ അതാ അടിച്ചോരലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടക്കണില്ല, തുടക്കലൊക്കെ ഇനി പിറ്റേന്ന്, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന്. പിന്നെ മുറ്റം ഒന്ന് അടിച്ചോരി, തിരുമ്പാനുള്ളതൊന്ന് തിരുമ്പിയിടണം. കൊണ്ടുപോകാനുള്ള വെള്ളം നിറച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് സംസം കൊണ്ടുവന്ന ബോട്ടിലാണ്. ഇതാവുമ്പോൾ ഒറ്റൊരു ബോട്ടിലെടുത്താൽ മതി, പിന്നെ ചെറിയൊരു ഗ്ലാസ്സും വെച്ചാൽ മതി. മറ്റേത് കുറേ കുപ്പി ഏറ്റി കൊണ്ടുപോകണമല്ലോ. വണ്ടി കയറുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിനി കേട്ടോ. അപ്പോത്തിന് ഫോണത്തെ ചാർജ് പകുതിയായും ചെയ്തു. പിന്നെ ഞാനത് കൊണ്ടുപോയി കുത്തിച്ച്. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ, ഒരുക്കാനും തീരൂലല്ലോ. അവിടെ വാതിലടച്ചിക്കണോ, ഇവിടെ ജനലടച്ചിക്കണോ, അതേപോലെ ഗ്യാസ് പൂട്ടിയിക്കണോ, അങ്ങനെ ഓരോ കൺഫ്യൂഷൻസുകൾ ഈ കാര്യം എങ്ങോട്ടേലും പോകാനൊരുങ്ങിയാൽ. ഏതായാലും പോയി നാടുകാണി ചുരത്തുമ്മലെത്തിക്കണം കേട്ടോ. നാടുകാണി ചുരം കയറിക്കാണ്ട് താമരശ്ശേരി ചുരം ഇറങ്ങാമെന്നാണ് പ്ലാന്. അപ്പോൾ അതായത് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. തേയിലത്തോട്ടം കാണാൻ എന്താ രസം. അപ്പോൾ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി അവിടെ നിർത്തിക്കാണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. എൻ്റെ അടുത്തുണ്ട്. അമ്മായി ഓടിയിട്ട് നിങ്ങൾ കാണും. അങ്ങനെ 2 സ്ഥലത്ത് നിർത്തിങ്ങാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ. അവിടുന്ന് പോരാൻ തന്നെ തോന്നണില്ല. തേയിലത്തോട്ടം ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ ചൂരൽമലയിലേക്കാണ് കേട്ടോ ഇപ്പോൾ ഈ പോണത്. പിന്നെ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. നല്ല നാടൻ ഭക്ഷണം കേട്ടോ കഴിച്ചത്. ചൂരൽമല ഉരുൾ പൊട്ടിയ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ട്. പക്ഷേ ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിടൂല, അവിടെ പോലീസുകാരുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങേറാണ് മനസ്സിക്ക്. ഇവിടെ നിന്ന് ഉരുൾ പൊട്ടിക്കാണ്ട് നമ്മൾ നിൽക്കണ മുണ്ടേരി ഫാമിൻ്റെ ഉള്ളിൽ കൂടെ, ചാലിയാർ പുഴയിൽ കൂടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നീനത്. ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ അവിടെയൊക്കെ ഓരോ കയറ് ഇങ്ങനെ കെട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതെക്കാനും വേണ്ടിയിട്ടാണ്. കയറി അതുപോലെ അവിടെ ഭയങ്കര ചീത്തയാണ്. പോലീസുകാർ നല്ല ചീത്ത അറിയുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. ആരോ 1-2 പേര് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണം. എന്താ അതിൻ്റെ ഉള്ളിൽ കാണാൻ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അവരങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അവിടെ താമസിക്കണ അവിടുത്തെ നാട്ടുകാരെ മാത്രമേ പോലെ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടത്തി വിടുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആ കോട ഇങ്ങനെ കണ്ടപ്പം, കോട ഇങ്ങനെ മൂടി വരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോൾ ഒന്ന് നിർത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലങ്ങൾ കണ്ടാൽ അവിടുന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനമല്ലല്ലോ.
നിറച്ച് കുരങ്ങന്മാരുണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ തിരിച്ച് വണ്ടിക്ക് പോരാനും വേണ്ടി നിന്നപ്പം ഫീ എന്താട്ടിക്കണ് ഒരു കുരങ്ങൻ്റെ മൂത്തുക്ക് നോക്കിങ്ങാണ്ട് ഒച്ചിട്ടു. അതിലത് മണ്ടി കണ്ട് വന്നുകാണ്ട് ചെറിയ അമ്മായിൻ്റെ മേത്തുക്കണി ചാടിട്ടോ. മാന്തിയിട്ടൊന്നുമില്ല, പർദ്ദമ്മ പിടിച്ചുകാണ്ട് ഇങ്ങനെ തൂങ്ങിയിനി. അതിൽ പിന്നെ എല്ലാവരും കൂടി വെച്ചിട്ടുകാണ്ട് അതിനെ കണ്ട് ആട്ടി വിട്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിട്ടോ. അൻറ്റോണ എന്നാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ചെന്ന് കയറുന്ന അവിടെ തന്നെ ജ്യൂസ് കുടിക്കാനുള്ള അതൊക്കെ ഉണ്ട്. അപ്പോൾ 3 ഐറ്റംസ് ജ്യൂസ് ഉണ്ടായിന് കേട്ടോ. വത്തക്കയും പൈനാപ്പിളും മുന്തിരിയും. ഞാൻ വത്തക്ക കുടിച്ചു, ബാക്കിയുള്ളവർ പൈനാപ്പിൾ മുന്തിരി അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കുടിച്ചു. 6 മണി ആയിക്കണം കേട്ടോ ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഓഡിറ്റോറിയം നല്ല അടിപൊളിയായിങ്ങാണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പെണ്ണും ചെക്കനൊന്നും എത്തിയിട്ടില്ല, ഒരു ഡ്രസ്സ് മാറ്റാൻ പോയതാണ്. പെണ്ണിൻ്റെ അവിടെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടോ പരിപാടി. പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. നെയ്ച്ചോറും ബീഫ് കുറുമിയും ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ. നെയ്ച്ചോറ് പറ്റാത്തവർക്ക് വെള്ളപ്പം ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമിയുണ്ട് കേട്ടോ. കല്യാണത്തിന് പോയ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരെ കല്യാണമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഇവിടുത്തെ ഇമ്മമ്മാൻ്റെ അനിയത്തിൻ്റെ മകൻ്റെ അവിടെയാണ് കേട്ടോ കല്യാണം. അപ്പം ഉണ്ടാകെ കഴിഞ്ഞു. ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പെണ്ണും ചെക്കനൊക്കെ വന്നത്. പിന്നെ ഓരോ കൂടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു 7:45 ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഞാൻ അവിടുന്ന് കൂടി ചെന്നിട്ട് വിട്ടരാം. ഓണായിട്ടേ ഫോട്ടോ എടുത്തത് വിട്ടുകൊടുക്കണ കാര്യമാണ് കേട്ടോ ഈ പറയണത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 10 മണി ആയിക്കണ്. പിന്നെ വേറെ എവിടെയും വഴിക്കലൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് നേരത്തെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.